ഇന്ന് ഗോതമ്പ് പൊടിയും ശർക്കരയും ഏത്തപ്പഴവും ഉപയോഗിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്കെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. നമ്മുടെ കേക്ക് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 2 ഏത്തപ്പഴം, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം, 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും, 1/4 കപ്പ് ശർക്കര, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും, അതുകൊണ്ട് വെളിച്ചെണ്ണ നമ്മൾ ചേർക്കാതിരിക്കാൻ നോക്കുക. ഇനി നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് വേണം. ഞാനവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം 1 കപ്പ് പാലിലേക്ക് 1.25 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാകത്തിന് പുളിയുള്ള തൈര് റെഡിയായിട്ട് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് അധികം പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഏത്തപ്പഴവും ശർക്കരയും കൂടെ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നത്. ഏത്തപ്പഴവും ശർക്കരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലോട്ട് ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി കറുവപ്പട്ട പൊടിച്ചതും ജാതിക്ക പൊടിച്ചതും ചേർത്ത് 2 തവണ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ ഇതുപോലെ 2 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും, അതുപോലെ നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും. ഇതിപ്പം 2 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓയിൽ, ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. സ്പൂൺ വാനില എസൻസ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയ ഉടനെ തന്നെ നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കണം. ഇത് കൂടുതൽ നേരം വെച്ച് കൊടുത്താൽ നമ്മുടെ കേക്ക് കട്ടിയായി പോകും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലൊരു കേക്ക് ടിന്നിലാണ് ഞാനൊന്ന് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കതിൻ്റെ സൈഡിലും അടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ടിന്നിൻ്റെ പകുതിക്ക് മേലെയായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ലെവലാകുകയും ചെയ്യും. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്തോളും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാനിന്ന് കേക്ക് റെഡിയാക്കി കാണിക്കുന്നത്. ഇനി ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 55 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് നമുക്ക് റെഡിയായിട്ട് കിട്ടും. പിന്നെ ഓരോ ഓവനിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു 40-45 മിനിറ്റ് തൊട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മുടെ കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കണം. കുക്കറിൽ കേക്ക് റെഡിയാക്കുമ്പോൾ എപ്പോഴും വാഷറും വെയിറ്റും ഊരി മാറ്റാൻ ശ്രദ്ധിക്കണം. കുക്കർ ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നമുക്ക് കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഫ്ലെയിമിൻ്റെ ചൂടിൻ്റെ ആ ഡിഫറൻസും കൂടെ ഒന്ന് നോക്കണം. ഹൈ ഫ്ലെയിമിലിടുമ്പോഴും ഫ്ലെയിം നല്ല ശക്തിയുള്ളതാണെങ്കിൽ ഒരു 3 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിലിട്ട് കേക്ക് വേവിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ബാക്കി സിം മോഡിലിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക. സിം മോഡിൽ വെക്കുമ്പോൾ തീ തീരെ ഇല്ലെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണം. കേക്ക് നമുക്കൊരു 45 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റിൽ റെഡിയായി കിട്ടും. അപ്പോൾ ഓരോ ഫ്ലെയിമിൻ്റെ ചൂടിൻ്റെ വ്യത്യാസം അനുസരിച്ച് വേവുന്ന സമയമൊന്നും മാറ്റം ഉണ്ടാവും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കേക്ക് ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നമ്മുടെ കേക്കിൻ്റെ വേവൊന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. കേക്ക് ഇപ്പം ചെറുതായിട്ടൊന്ന് ചൂടറിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് കേക്കാണിത്. നമ്മുടെ അടുത്തുള്ള റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നിൽ റെഡിയാക്കി എടുത്താലും മതി. ഞാനിപ്പോഴും റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് ടിൻ എടുത്തത്. കേക്ക് ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.